yell unless your house is set on fire എന്നല്ലേ. Unless you are on fire, you don't yell. അമ്മ എന്ന് പറയുന്ന ആള് അമ്മയ്ക്ക് മാത്രമുള്ള പണിയാണ്. ചില ഓക്കെ ഒരു 100 പേരൻസിനെ എടുത്താൽ ഒരു 10 അച്ഛന്മാരുണ്ടാവും ഇങ്ങനെ. ബാക്കി 90 പേരും അമ്മമാർ തന്നെയാണ്. വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, എവറിത്തിങ് മാനേജ് ചെയ്യുന്നത് അമ്മ എന്ന് പറയുമ്പം ആ ആള്, സ്ത്രീ എന്ന് പറയുന്ന ആള് തന്നെ ബോഡി തന്നെ അല്ലെ ഇമോഷൻസ് തന്നെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് ആലോചിക്കണം. അവർക്ക് പീരിയഡ്സ് ഉണ്ട്, അവരുടെ സൈക്കിൾസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ കൂടെ കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം. 24 മണിക്കൂറിൽ ഇതെല്ലാം മാനേജ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിൽ ഷീ ഇസ് ഓൺ ഫയർ. ഇനി ചില പേരൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആണെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറയും. അറിയാം, എനിക്ക് ഇങ്ങനെ പറ്റി, അപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിന്റെ ഗ്രാൻഡ്മ ഇങ്ങനെ ചെയ്തു, മദറിലോ ആണല്ലോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാളാണോ കുട്ടി? വീട്ടിലെ കുട്ടീനെയല്ല, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി, നിങ്ങളുടെ മുൻപിലുള്ള കുട്ടി ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കുക. ഇപ്പം ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എൻ്റെ മൂത്ത ആളോട് പറയുന്നത് പോലെ ഇളയ ആളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദേ ആർ ഇൻടു സോഷ്യൽ മീഡിയ. അവർക്ക് പല അവരെ കേൾക്കാൻ, അവരെ കാണാൻ, അവരെ എംബ്രേസ് ചെയ്യാൻ പല മാധ്യമങ്ങളുണ്ട്. ദെൻ വൈ അമ്മ എപ്പോഴും ഒച്ചയെടുക്കുന്ന ഒരാള്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോണ ഒരു സാധനം. എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പ്രശ്നത്തിലോ അത് കൂടിപ്പോയാൽ കുഴപ്പമാവുകയും ചെയ്യും. നമ്മൾ ആദ്യത്തെ കുട്ടീനെ കൺസീവ് ചെയ്തത്, പ്രഗ്നന്റ് ആയത്, 10 മാസം കൊണ്ടുവരുന്നത്, പ്രസവിച്ചത്, 6 മാസത്തെ ജേർണി, ഇത് തന്നെയാണോ 2ാമത്തെ സമയത്തും? ജേർണി സെയിം ആണ്, പക്ഷെ എക്സ്പീരിയൻസ് സെയിം ആണോ? അല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ 2 കുട്ടികളും ഒരേപോലെ ആവുക. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്ന രീതിയിലും ഇന്ററാക്ഷൻസിലും വ്യത്യാസം വരത്തേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അവർക്ക് അടി വേണം എന്ന് ഒന്നും പറയാതെ. പിന്നെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് എന്തിന്റെ രീതിയിലാണ്? എവിടെയെങ്കിലും കൊണ്ടുപോവുകയോ അസസ്മെന്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവന്റെ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇവന് കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അപ്പൊ അങ്ങനെ ആ കുട്ടി പറഞ്ഞു, ആ ടീച്ചർ പറഞ്ഞു, ശരി, നിങ്ങൾ അതിനെ വീട്ടിൽ ഡയഗ്നോസിസിന് കൊണ്ടുപോയോ? ഇല്ല. കുട്ടിയും കേൾക്കാണ് ഈ പേരന്റ് പറയുന്നത്, എന്ത്, ഇവന് ചെറിയ പ്രശ്നം ഉണ്ട്, അവനടുത്ത് അങ്ങനെ പറയില്ലേ, അവൻ അങ്ങനെയാണ്. അപ്പൊ ആ കേൾക്കുന്ന കുട്ടിക്ക് എന്താ മനസ്സിലാവുക? ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാകാം എന്നും കൂടിയല്ലേ. ഇറ്റ് ഈസ് വെരി ഈസി ടു ലേബൽ എ ചൈൽഡ്. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. നല്ല ബെൽറ്റ് കൊണ്ടും കൈ കൊണ്ടൊക്കെ തല്ല് കെട്ടി വളർന്ന മില്ലേനിയൽസ് ഉണ്ട്. ഇപ്പൊ കാലം മാറി സ്കൂളുകളിലാണെങ്കിലും അടിക്കരുത്. ഇപ്പൊ നമ്മളും പറഞ്ഞു വടിയെടുക്കണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. എന്നാലും ഇപ്പൊ വാക്കാൽ പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടികളും ഉണ്ടാവുമല്ലോ. പണിഷ്മെന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? റൗണ്ട് ആയിട്ടാണ് ഇരുത്തുന്നതെങ്കിൽ അവനെ എഡ്ജിൽ ഇരുത്തിയാൽ മതി. അപ്പൊ ഒന്ന് ഇങ്ങോട്ടേക്കും സർക്കിൾ ചെയ്യാം, ഇപ്പുറത്തേക്കും സർക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കാം. സോ ദാറ്റ് ഇനി ഇപ്പൊ ഒരു പിക്ചർ ഉണ്ട്, നീ ഒന്ന് വരയ്ക്കിയ ബോർഡിൽ, ഞാനിത് പറയുന്ന സമയത്തേക്ക് ഇങ്ങനെ മാനേജ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാത്തിനും സമാധാനപരമായ ഒരു വഴിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അതങ്ങനെ ഉറപ്പും പറയാൻ പറ്റില്ല. ബിക്കോസ് ചൈൽഡ് ഈസ് എ ഡിഫറെന്റ് ഹ്യൂമൻ ബീങ്. ബട്ട് always be mindful what you are doing, what you are saying, because you are a parent and you are always responsible. ഇപ്പോൾ നമ്മളിങ്ങനെ അലറിക്കൊണ്ട് പറയാന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ലൈക്ക് ഡോണ്ട് യെൽ അൺലെസ് യുവർ ഹൗസ് ഈസ് ഓൺ ഫയർ എന്നൊരു വേർഡിങ്സ് വായിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമ്മൾ റീൽസിൽ കുറെ ഇമോഷണൽ ആയിട്ടുള്ള റീൽസ് കാണിച്ചാൽ, അതായത് ഞാൻ കുറെ ഒച്ചയെടുക്കും പക്ഷെ പിന്നെ കുഞ്ഞ് ഉറങ്ങുന്നത് കാണുമ്പോൾ സങ്കടം വരും, ആ കൈൻഡ് ഓഫ് റീൽസും ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞ കുട്ടികളുടെ റീൽസ് ആണെങ്കിൽ, ഹോ ഇന്ന് അമ്മ ഒച്ചെടുത്ത് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഇന്ന് കിട്ടാനുള്ളത് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു അമ്മമാരുടെ ഒരു യെല്ലിങ്ങിനെ പല രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത് എന്തുമാത്രം ചിലപ്പോൾ ഒരു പക്ഷെ ആ അമ്മയുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും പുറത്തേക്ക് വരുന്നതാവാം. അത് എന്തുമാത്രമാണ് കുട്ടികളെ ലൈക്ക് എഫക്റ്റ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ ഇത് അവർ മറ്റേ ഇതിലെ കൂടെ കേട്ട് ഇതിലേ വിടുകയാണോ? നമ്മൾ ഈ യെല്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഡോണ്ട് യെൽ അൺലെസ് യുവർ ഹൗസ് ഇസ് സെറ്റ് ഓൺ ഫയർ എന്നല്ലേ. അൺലെസ് യു ആർ ഓൺ ഫയർ യു ഡോണ്ട് യെൽ. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയുന്ന എംറ്റി കപ്പ് കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ അമ്മ എന്ന് പറയുന്ന ആള് അമ്മയ്ക്ക് മാത്രമുള്ള പണിയാണ്. ചില ഓക്കെ ഒരു 100 പേരൻസിനെ എടുത്താൽ ഒരു 10 അച്ഛന്മാരുണ്ടാവും ഇങ്ങനെ. ബാക്കി 90 പേരും അമ്മമാർ തന്നെയാണ്. വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, കുട്ടികളുടെ കാര്യം നോക്കണം, എവറിത്തിങ് മാനേജ് ചെയ്യുന്നത് അമ്മ എന്ന് പറയുമ്പം ആ ആള്, സ്ത്രീ എന്ന് പറയുന്ന ആള് തന്നെ ബോഡി തന്നെ അല്ലെ ഇമോഷൻസ് തന്നെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്ന് ആലോചിക്കണം. അവർക്ക് പീരിയഡ്സ് ഉണ്ട്, അവരുടെ സൈക്കിൾസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ കൂടെ കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. 24 മണിക്കൂറിൽ ഇതെല്ലാം മാനേജ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിൽ ഷീ ഇസ് ഓൺ ഫയർ. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് യെല്ലിങ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ
കൂടുതൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ടീനേജറൊക്കെ ആകുമ്പോഴത്തേനും ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു സംഭവത്തിലേക്ക് വരാം. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ ഇമോഷൻസിനെ പോർട്രേ ചെയ്യുന്ന രീതിയും ഭയങ്കര ഡിഫറെൻറ്റാണ്. പക്ഷെ അവിടെയാണ് ടീനേജ് കുട്ടികൾക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ഇമോഷണലി പ്രസന്റ് ആയിട്ടുള്ള ഒരു പേരന്റിന്റെ ആവശ്യം. അല്ലെങ്കിൽ എന്ത് പറ്റും, ദേ ആർ ഇൻ ടു, നിങ്ങൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, ദേ ആർ ഇൻ ടു സോഷ്യൽ മീഡിയ. അവർക്ക് പല അവരെ കേൾക്കാൻ, അവരെ കാണാൻ, അവരെ എംബ്രേസ് ചെയ്യാൻ പല മാധ്യമങ്ങളുണ്ട്. ദെൻ വൈ അമ്മ എപ്പോഴും ഒച്ചയെടുക്കുന്ന ഒരാള്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോണ ഒരു സാധനമാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പ്രശ്നത്തിലോ അത് കൂടിപ്പോയാൽ കുഴപ്പമാവുകയും ചെയ്യും. അപ്പം ഇതിനെ ഒരു ബാലൻസിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം അലറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുകയും നമ്മൾ വൃത്തിയായിട്ട് ഒരു സ്ട്രക്ചർ, ഇപ്പം ഞാൻ പറയുന്നത് പാരൻറ്റിങ്ങിനകത്തൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചർ ആരാണോ പേരൻറ്റിങ് ചെയ്യുന്നത് അവർ ഉണ്ടാക്കേണ്ടതാണ്. ഒരു 5 വയസ്സ് വരെ. 5 കഴിയുമ്പോൾ ഈ കുട്ടിയുടെയും ഇൻപുട്സ് എടുക്കാം. കാരണം അയാളുടെ കാര്യങ്ങളുണ്ടാവും. ഇപ്പം 5 വയസ്സിൽ 6 വയസ്സിൽ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, ബാഡ്മിൻ്റനോ സ്വിമ്മിങ്ങിനോ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഇൻപുട്സും കൂടി എടുത്തിട്ട് ഈ സ്ട്രക്ചറിനെ കുറച്ചും കൂടി ഒന്ന് ട്വീക്ക് ചെയ്യണം. ഒരു 7, 8, 9, 10 വയസ്സാകുമ്പോഴത്തേനും ഇത് ഒരുമിച്ച് ഉണ്ടാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ടീനേജിലേക്ക് ആകുമ്പോൾ ബേസിക് സ്ട്രക്ചർ വിച്ച് ഇസ് റൂട്ടഡ് ഇൻ യുവർ ബിലീഫ്സ്, കൾച്ചറൽ, റിലീജിയസ്, സോഷ്യൽ, എക്കണോമിക്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിന് മുകളിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള പ്രക്രിയയാണ്. ഇങ്ങനെയാണ് പേരൻറ്റിങ്ങിന് പോകാൻ പറ്റുള്ളൂ. അൺലെസ് യു ഹാവ് എ ഗുഡ് സ്ട്രക്ചർ യു കാൻ ബിൽഡ് എ ഹൗസ്, അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്താ പറയുക, മോഡേൺ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ വേ ഓഫ് ട്രാൻസ്പോർട്ട് ഒക്കെ വന്നിട്ടുണ്ട്. പണിഷ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മളെ പാരന്റ്സ് ആണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, മരത്തിൽ കെട്ടില്ല, അതായത് ഉറുമ്പില്ലേ മറ്റേ നല്ല കടിക്കുന്ന മുഷി അങ്ങനെ എന്തോ പറയുന്നത്, അങ്ങനത്തെ മരത്തിൽ കെട്ടിടലായിരുന്നു അപ്പൻ ചെയ്ത പണിഷ്മെന്റ് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ മണല് ഇട്ടിട്ട് മുട്ടുകൂത്തി നിർത്തുക. പിന്നെ നമ്മുടെ ജനറേഷനൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ചൊരു അയവ് വന്നു. എന്നാലും നല്ല ബെൽറ്റ് കൊണ്ടും കൈ കൊണ്ടൊക്കെ തല്ല് കെട്ടി വളർന്ന മില്ലേനിയൽസ് ഉണ്ട്. ഇപ്പോൾ കാലം മാറി സ്കൂളുകളിലാണെങ്കിലും അടിക്കരുത്. ഇപ്പൊ നമ്മളും പറഞ്ഞു വടിയെടുക്കണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി എന്നുള്ളത്. എന്നാലും ഇപ്പൊ വാക്കാൽ പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടികളും ഉണ്ടാവുമല്ലോ. പണിഷ്മെന്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം പണിഷ്മെന്റ് വേണ്ട കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാക്കാൽ പറഞ്ഞ് നിർത്താൻ പറ്റാത്ത വികൃതി ഉണ്ടെങ്കിൽ ഒരു എൻ്റെ മോഡേൺ വേ ഓഫ് പണിഷ്മെന്റ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോ പണിഷ്മെന്റ് വേണ്ട കാര്യം അല്ലെങ്കിൽ പണിഷ്മെന്റ് വേണ്ട കുട്ടി അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? വികൃതി. അപ്പൊ കുട്ടികൾക്ക് അതാ ഞാൻ ചോദിച്ചേ, അപ്പൊ കുട്ടിക്ക് വികൃതി വേണ്ടെങ്കിൽ വികൃതിയുടെ ഒരു ലിമിറ്റ് ആരാണ് നിശ്ചയിക്കുക? ഇപ്പം ഓടിച്ചാടി കളിക്കുന്ന ഒരു കുട്ടി, അവൻ ഇപ്പൊ ഈ പ്രായത്തിൽ ഓടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഓടുക? മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് ADHD ബ്രെയിൻ ആവാം, ന്യൂറോ ഡൈവേർജൻ കണ്ടീഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ബിഹേവിയർ ഇഷ്യൂസ് കൊണ്ടുവരുന്ന സംഭവങ്ങളാകാം. അതിനെ ആ രീതിയിൽ മോണിറ്റർ ചെയ്യാണ് വേണ്ടത്. ഇപ്പം എവിടെ പോലെ ഏത് സോഷ്യൽ സെറ്റിങ്ങിലും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അത് വികൃതിയല്ല, അത് വേറൊരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകുക, ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ADHD നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ വലിയ ADD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. അവരെ നമ്മൾ സംസാരിക്കുന്നതും അവരോടുള്ള ബിഹേവിയറിലും പേരൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ സ്കൂളിങ് ചെയ്യുന്ന ആൾക്കാർ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ മതി, അപ്പോഴും അടിയുടെ ആവശ്യമില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ചുമ്മാ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞാൽ, വളരെ എനർജി കൂടുതലുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുക. ഒരു 10 മിനിറ്റ് കൂടുമ്പം അയാൾക്ക് റെഗുലർ ഇൻ്റർവെൽസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര മിനിറ്റ്, 40 മിനിറ്റ്സ് അല്ലേ ഒരു ലെക്ചർ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പം അവനൊന്ന് താഴെ ബാക്കിലേക്ക് പോയിരിക്കാം. ഇപ്പം ബാക്കിലിരുത്തിയാൽ മതി ആ കുട്ടീനെ. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും ബാക്കിലെ റോയിൽ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടത്താം. അപ്പോൾ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ഇപ്പം റൗണ്ടായിട്ടാണ് ഇരുത്തുന്നതെങ്കിൽ അവനെ എഡ്ജിലിരുത്തിയാൽ മതി. അപ്പോൾ അവനൊന്ന് ഇങ്ങോട്ടേക്കും സർക്കിൾ ചെയ്യാം, ഇപ്പുറത്തേക്കും സർക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അയാൾക്കൊരു ആക്ടിവിറ്റി കൊടുക്കാം. സോ ദാറ്റ് ഇനി ഇപ്പോൾ ഒരു പിക്ചർ ഉണ്ട്, നീ ഒന്ന് വരയ്ക്കുക ബോർഡിൽ, ഞാനിത് പറയുന്ന സമയത്തേക്ക്. ഇങ്ങനെ മാനേജ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാത്തിനും സമാധാനപരമായ ഒരു വഴിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു വഴക്കുണ്ടെന്ന് പറയുമ്പോൾ പേരൻസിന് ഏറ്റവും എളുപ്പം അവൻ വഴക്കാളിയാണ്, അവൻ വികൃതിയാണെന്ന് ലേബിൾ ചെയ്യാനാ. പക്ഷെ ആ വികൃതിക്ക് പുറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് റെഡി. ഇപ്പോൾ വളരെ സങ്കടമുള്ള എക്സാമ്പിൾ പറയാനാണെങ്കിൽ,
എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു സ്പേസിൽ നമ്മളിങ്ങനെ കുട്ടികളായിട്ട് കളിക്കുകയാണ്. കുറേ കുട്ടികളുണ്ട്, 10-25 പിള്ളേരുണ്ട്. പക്ഷേ ഒരു കുട്ടി മാത്രം ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണെങ്കിലും അഗ്രസീവായിട്ട് സംസാരിക്കുകയാണെങ്കിലും. അപ്പോൾ വേഗം നമ്മളിങ്ങനെ, പല കുട്ടികളുണ്ടല്ലോ, അവർ തള്ളിയിടുന്നു, ഓടുന്നു, വീഴുന്നു, സൈക്കിളോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓടി ചെന്നിട്ട് വളരെ ശാന്തമായിട്ട് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും ആ പറഞ്ഞ കുട്ടിയുടെ അമ്മ ഓടി വന്നിട്ട് പറയാണ്, ഒന്നും പറയല്ലേ, ചെറിയ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അങ്ങനെയല്ല, ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ വേഗം തന്നെ കുട്ടികളെ ഡിസ്പോസ് ചെയ്തു. അപ്പം നമ്മൾ 2 വഴിയാക്കി. കുറച്ച് വലിയ കുട്ടിയായിരുന്നു, അപ്പോൾ അവനോട് മറ്റേ കുട്ടികളുടെ കൂടെ കളിക്കൂ, കുഞ്ഞു കുട്ടികളെ ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ഞാൻ ആ പേരൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാം, എന്താണ് പ്രശ്നം? അപ്പം മേ ബി ഞാൻ അറിയാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുതരാമോ പ്രശ്നം? സോ ദാറ്റ് ഞാൻ തന്നെയായി കുട്ടികളുടെ കൂടെ ഉണ്ടാവാറ്. അപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കാരണം ഇൻറ്ററാക്ഷൻസിലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ചോദിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് എന്തിൻ്റെ രീതിയിലാണ്? എവിടെയെങ്കിലും കൊണ്ടുപോവുകയോ അസസ്മെൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവൻ്റെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇവന് കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടി പറഞ്ഞു, ആ ടീച്ചർ പറഞ്ഞു, ശരി, നിങ്ങൾ അതിനെ വീട്ടിൽ ഡയഗ്നോസിസിന് കൊണ്ടുപോയോ? ഇല്ല. ഞാൻ പറയുന്ന ഈ കുട്ടി പഠിക്കുന്ന ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹീ ഈസ് ലേബിൾ ദിസ് വേ. ശരിക്കും ആ കുട്ടിക്ക് എന്താ പ്രശ്നം? നമ്മളുടെ ചിന്തയായിരിക്കും ആ പ്രശ്നം. നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ ലേബിൾ, ഈ കുട്ടിയും കേൾക്കാണ് ഈ പേരന്റ് പറയുന്നത്, എന്ത്, ഇവന് ചെറിയ പ്രശ്നം ഉണ്ട്, അവനടുത്ത് അങ്ങനെ പറയല്ലേ, അവൻ അങ്ങനെയാണ്. അപ്പോൾ ആ കേൾക്കുന്ന കുട്ടിക്ക് എന്താ മനസ്സിലാവുക? ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാകാം എന്നും കൂടിയല്ലേ. അപ്പം ഞാൻ പറഞ്ഞേ, ഇറ്റ് ഇസ് ഓൾ അബൌട്ട് പേരന്റിങ് ആൻഡ് യുവർ തോട്ട്സ് ആർ. ഇനി അയാൾ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, ഷീസ് എ ഡോക്ടർ ഹെർസെൽഫ്, ഐ ഡോണ്ട് ഹാവ് ടൈം എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, സമയമില്ലെന്ന് പറഞ്ഞാലും സൺഡേസും സാറ്റർഡേസും വരെ അവൈലബിൾ ആകുന്ന എക്സ്പേർട്സ് ഉണ്ട് ചൈൽഡ് സെക്ടറിൽ. ഹോസ്പിറ്റൽസ് ഉണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ റീഹാബിലിറ്റേഷൻ അല്ല, അവിടെ ഇരുന്ന് എന്ന് വെച്ചാൽ സ്റ്റേ ഒക്കെ ചെയ്യുന്ന പോലത്തെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്. അങ്ങനെ എടുത്താൽ മതി. ആൻഡ് അവർക്ക് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബേർഡൻ ഉള്ള ഒരാളല്ല. ഷീ ക്യാൻ അഫോർഡ് എനിത്തിങ്. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഷീ ഈസ് നോട്ട് റെഡി. ഇറ്റ് ഈസ് വെരി ഈസി ടു ലേബിൾ എ ചൈൽഡ്. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ കുട്ടി പറയുന്ന പോലെ അടി വേണ്ട കുട്ടിയാണോ? അല്ല, നമ്മളെ മിസ്കോൺസെപ്റ്റ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നതിന് മുൻപ് ആ കുട്ടി ആരാണ് എന്നിപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, റീലിലെ കുട്ടീനെയല്ല, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടി, നിങ്ങളുടെ മുൻപിലുള്ള കുട്ടി ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കുക. ഇപ്പം ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എൻ്റെ മൂത്ത ആളോട് പറയുന്നത് പോലെ ഇളയ ആളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അയാൾ ചെയ്യില്ല. അപ്പം ഞാൻ മൂത്ത ആളോട് പറയുന്ന രീതി മൂത്തയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇളയ ആളോട് പറയണത് പോലെ മൂത്ത ആളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല, അവനത് മനസ്സിലാവില്ല. ഇത് തന്നെ ഡിഫറെൻറ്റാ. അവർക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ല, ഒരു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന്. പക്ഷെ അത് ഇപ്പം ഞാൻ എൽഡറായിട്ട് വന്ന ഒരാളാണ്, എനിക്ക് എൽഡർ ചൈൽഡിന് ഒരുപാട് വേറെ ഇഷ്യൂസ് ഉണ്ട്. അതും ഇപ്പം നമ്മൾ പാരൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ കൂടിയാണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കില്ല ഇളയ കുട്ടി. 4, 5, 6, 7 പിള്ളേരുള്ള പേരൻസിനോട് മിണ്ടുമ്പോഴത്തേനും ആ 8ാമത്തവനുണ്ടല്ലോ എന്ന് പറയും. ബട്ട് ദെൻ അയാൾ ഇത്രയും ജനറേഷൻ ഡിഫറൻസ് ഉള്ള ആളല്ലേ, അയാൾ എങ്ങനെയാ 18 വയസ്സുള്ളവരോട് മിണ്ടുന്നവരെ മിണ്ടേ ശരിയാവുക? ഇത്ര ഉള്ളതിൻ്റെ ഉത്തരം. പാരന്റ്സിന് എല്ലാം കുട്ടിയാണ്, പക്ഷെ ഓരോ കുട്ടിയും ഇസ് ലൈക്ക് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ എന്നുള്ളതല്ലേ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫറിൻ, ഓരോ ജേർണി ഡിഫറെന്റ് അല്ലേ. നമ്മൾ ആദ്യത്തെ കുട്ടീനെ കൺസീവ് ചെയ്തത്, പ്രഗ്നന്റ് ആയത്, 10 മാസം കൊണ്ടുവരുന്നത്, പ്രസവിച്ചത്, 6 മാസത്തെ ജേർണി, ഇത് തന്നെയാണോ 2ാമത്തെ സമയത്തും? ജേർണി സെയിം ആണ്, പക്ഷെ എക്സ്പീരിയൻസ് സെയിം ആണോ? അല്ല. അപ്പം പിന്നെ ഇങ്ങനെ ഈ 2 കുട്ടികളും ഒരേപോലെ ആവുക? അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്ന രീതിയിലും ഇൻറ്ററാക്ഷൻസിലും വ്യത്യാസം വരുത്തേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അവർക്ക് അടി വേണം എന്ന് ഒന്നും പറയാം. അപ്പോൾ എന്താ പറയുക, ഒരു വൈൻഡ് അപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, ലൈക്ക് ഇപ്പോൾ പാരൻസ് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഞാനും എൻ്റെ മോനും ഭയങ്കര ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടിനെ പോലെയാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പനായിരിക്കണം, അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഫാദേഴ്സിനാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഞാൻ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ, ഞാൻ അവൻ്റെ ഫ്രണ്ട് ആവണോ അതല്ല അപ്പനായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഏതാണ് ഇതിലൊരു കറക്റ്റ് വേ ഓഫ് പാരന്റിങ്? ഇപ്പം കുട്ടികളെ പാരന്റ് ക്യാൻ നെവർ ബി എ ചൈൽഡ് ഫ്രണ്ട്. യു ക്യാൻ ബി എ ഫ്രണ്ട്ലി പേരന്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഫ്രണ്ട് ആവില്ല. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ്? ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളെന്താ? എല്ലാ പോക്കരുത്തത്തിനും കൂട്ടി നിൽക്കുന്ന ആള്. അങ്ങനെ പറ്റുമോ ഒരു പേരന്റിന്? ഇല്ലല്ലോ. നമ്മുടെ തലയിൽ എപ്പോഴും ഞാൻ അമ്മയാണ്, ഞാൻ എപ്പോഴും അമ്മയിരിക്കും അല്ലേ.
പക്ഷെ ഫ്രണ്ട്ലി അമ്മയാവാൻ എനിക്ക് പറ്റും. പിന്നെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ലിനെസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഈ കുട്ടികളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിലും അവരുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ ട്രസ്റ്റിലും അവരുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഫോമുലേറ്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഒരുപാട് കൈ കടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നീ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തിടുക്കം കൂട്ടുന്ന ആൾക്കാരാണ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത്. അവരെപ്പോഴും പേടിയായിരിക്കും, അയ്യോ ഞാൻ ഓക്കെ അല്ലേ, ഞാൻ കാരണമാണോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായത്, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നോ? ആണോ? ശരിക്കും ദ ചൈൽഡ് തിങ്സ് ദാറ്റ് ആ പേരന്റിന്റെ ഇമോഷന് കാരണക്കാരാ കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി എന്ത് പേഴ്സണാലിറ്റിയാണ് ഉണ്ടാക്കുന്നത്? അയാളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാവാൻ പോണേ? ഇനി ചില പേരൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആണെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അങ്ങോട്ട് പറയും. അറിയാം, എനിക്ക് ഇങ്ങനെ പറ്റി, അപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിന്റെ ഗ്രാൻഡ്മ ഇങ്ങനെ ചെയ്തു, മദറിലോ ആണല്ലോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരാളാണോ കുട്ടി? ചില ആൾക്കാർ ഞാൻ വളരെ ഇതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മോനോട് പോയി ഞാൻ പറയാം. യു ആർ 35-40 years ഓൾഡ്. നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം പോയി പറയുന്ന ആരെടുത്താ? 12 വയസ്സ് 16 വയസ്സുള്ള ആൾ. സീരിയസ്ലി? എന്നിട്ട് യു ആർ എക്സ്പെക്ടിങ്, എന്നിട്ട് പറയാണ്, ഭയങ്കര ഇതായിട്ട് പറയാണ്, എൻ്റെ മകളാണ് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഐഡിയാസ് ഷെയർ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായി ഞാൻ എൻ്റെ കുട്ടീനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു എക്സാക്ട്ലി ഡൂയിങ് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഒന്ന് മനസ്സിലാക്കിക്കൂടെ എന്നെ? അതും എനിക്ക് ഭയങ്കര 30 വയസ്സുള്ള എന്നെ 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 5 വയസ്സുകാരി എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ആ കുട്ടിക്കും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് അമ്മ ഓക്കെ അല്ല, എനിക്ക് ഇത്തിരി സ്പേസ് വേണം, ഐ എം ഫീലിംഗ് ഇപ്പം എനിക്ക് ദേഷ്യമാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാം, ഇത് മനസ്സിലാവും. അല്ലാതെ അമ്മയുടെ ദേഷ്യം എവിടെ നിന്ന് വരുന്നു, അമ്മ ദേഷ്യത്തിൽ എന്ത് ഫീൽ ചെയ്യുന്നു, അച്ഛൻ ഇങ്ങനെ ആക്രോശിക്കാനുള്ള റീസൺ എന്താണ്, എങ്ങനെ പെരുമാറും എന്നൊന്നും എനിക്ക് പറയാം. ആ കാര്യങ്ങൾ ശരിയാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ ഇസ് വെരി ഹൈ. പേരന്റ് ആസ് എ പേരന്റ് പറഞ്ഞ ഈ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുമ്പോൾ കുറേ മിസ്കൺസെപ്ഷൻ വരുന്ന രീതി ഇതാണ്. ഇങ്ങനെ വരാറുണ്ട് എപ്പോഴും. ഇപ്പം ടീനേജ് പേരൻറ്റിങ്ങിനകത്തൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു 35-40 years ആകുമ്പോഴത്തേനും പിള്ളേരൊക്കെ പ്രീ ടീൻസ് ആവുന്നു, 12 മുതലാവുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. എടാ ഇങ്ങനൊരു ക്രൈസിസ് ഉണ്ട്, എനിക്കൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അത് ഭയങ്കര കൺസ്ട്രക്റ്റീവാണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ഇമോഷണലി ഭയങ്കര ഇതായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു നോക്കട്ടെ. എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചതാണ്. ഷീസ് എന്താ പറയണ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. അവൾ പറയാം, എനിക്ക് എൻ്റെ അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാനേ നേരെ ഉള്ളൂ എന്നാണ് ആ കുട്ടി പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ആ സ്ത്രീ ബേസിക്കലി വളരെ വലിയ ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓഫീസിലുള്ള സ്ട്രെസ്സും വീട്ടിലുള്ള പ്രശ്നങ്ങളും അമ്മയുടെ സിബ്ലിങ്സുമായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കുട്ടിയുടെ അടുത്താണ് ഷെയർ ചെയ്യുന്നത്. അമ്മ ഫീൽസ് ആ കുട്ടിയുടെ അടുത്ത് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും. പക്ഷെ അത് പറയുന്നതിനൊരു രീതിയുണ്ട്. അല്ലാതെ ഇതിപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എന്താ, കുട്ടി പരിഹരിക്കാൻ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ കുട്ടിയുടെ റോളേ പോയല്ലോ. അപ്പം ഫ്രണ്ട്ലിനെസ് എന്ന് പറയുമ്പം നിങ്ങൾ എടുക്കുന്നത് എന്താണെന്ന് ദൈവത്തെ ഓർത്തൊന്ന് ചിന്തിക്കണം. യു ആർ ദെയർ പേരൻറ്റ്. പേരൻ്റ് എന്ന് പറയുന്നത് സെക്യൂർ സേഫ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കേണ്ട ആളാണ്. അല്ലാതെ നിങ്ങൾ കംഫർട്ട് എടുക്കേണ്ട ഒരാളല്ല. കുട്ടികൾ വലുതായി തന്നോളമായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസിഷൻസ് എടുക്കാം. ഇങ്ങനൊരു സംഭവം ഉണ്ട്, യു ഹാവ് എനി ഒപ്പീനിയൻ ഉണ്ടോ, അതൊക്കെ ചോദിക്കാം. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതും ഞാൻ സങ്കടപ്പെട്ടിരുന്നിട്ട് എൻ്റെ മകൻ എന്നെ ആശ്വസിപ്പിച്ചു, എൻ്റെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. എനിക്ക് അത്രയാണ് ഐ തിങ്ക് ദാറ്റ് വേ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ എന്താ പറയുക, ഒരുപാട് പാരൻസിൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിച്ചാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഇത് അതിൽ നിന്ന് ഉപരിയായി ഒരു ഐ ഓപ്പണർ ചാറ്റ് ആയിരുന്നു എന്ന് വേണം പറയാം. കാരണം ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ഇപ്പം അമൃത സംസാരിച്ചതിൽ നമ്മൾ റോങ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവധിക്കാലം ആദിയില്ലാതെ ഫുൾ പാരന്റിങ് ഹാപ്പി ആയിട്ട് പോവാൻ നമ്മുടെ ഈ ഒരു സംഭാഷണം അവരെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതുപോലെ സമ്മർ ആണെങ്കിലും എന്ത് വെക്കേഷൻ ആണെങ്കിലും പേരൻസ് ബേസിക്കലി ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക, കൂടെ കളിക്കുക, അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ സമയം ഉണ്ടാക്കുക, അവരുടേതായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് സമയം കൊടുക്കുക. ഒബ്വിയസ്ലി കുറച്ച് അക്കാഡമിക് ആയിട്ടുള്ള ബാക്കിങ്. ഇപ്പോൾ കണക്ക് പഠിപ്പിക്കാൻ പുസ്തകം എടുക്കണം എന്നില്ല, ഒന്ന് പാല് മേടിക്കാൻ പോയാൽ മതി.
ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് ബ്രെഡും മേടിച്ചാൽ അത് എഴുതി കൂട്ടാവുന്നതേ ഉള്ളൂ, അതും കണക്ക് തന്നെയാണ്. അപ്പം ഡെയിലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെ ഈ പറയുന്ന ലാംഗ്വേജ് പഠിപ്പിക്കുക. ഒരു ലിസ്റ്റ് എഴുതിച്ചാൽ പോരെ, അവർ ഈ എഴുത്തും വായനയും മറന്നു പോവില്ലല്ലോ. അങ്ങനെ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ട്, നീ അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം, ദാറ്റ് ഈസ് അഗെയിൻ എ റോങ് കോൺസെപ്റ്റ്. സോ always be mindful what you are doing, what you are saying, because you are a parent and you are always responsible. എനിക്കറിയാം കുറച്ച് എന്താ പറയുക ഒരു ആദി തോന്നും, ബട്ട് ദെൻ ആ ആദി എന്ന് പറയുന്നത് നമ്മളെ നന്നാക്കുള്ളൂ. ദാറ്റ് വിൽ ഹെൽപ്പ് യു ബി ലിറ്റിൽ മോർ മൈൻഡ്ഫുൾ. നമ്മൾ നന്നാകുമ്പോൾ കുട്ടികൾക്കും അത് ബെനിഫിഷ്യൽ ആവും. നമ്മൾ നല്ലപോലെ ഇരുന്നാൽ നമ്മുടെ കുട്ടികൾ നല്ലപോലെ ഇരിക്കും. അതങ്ങനെ ഉറപ്പും പറയാൻ പറ്റില്ല, ബിക്കോസ് ചൈൽഡ് ഈസ് എ ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീങ്, ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാതിരിക്കാലോ. അപ്പോൾ ഹാപ്പി വെക്കേഷൻസ് ഓൾസോ. താങ്ക് യു സോ മച്ച്.